സുഹൃത്തുക്കളെ, ഞാൻ എത്തിയിരിക്കുന്നത് കൊല്ലം മാസ്റ്റേഴ്സിൻ്റെ എക്സ്പോ 2024 അപ്പോൾ ഇതിനകത്ത് നമുക്ക് കയറി പോയിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. എന്തൊക്കെ പുതിയ പുതിയ ഐറ്റങ്ങൾ എന്തൊക്കെ ഉണ്ടോ, അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ കൊല്ലത്ത് നമ്മുടെ സോളാറിൻ്റെ, അതായത് ഗ്രീൻ എനർജി എക്സ്പോ 2024, അതുമല്ല കേരളത്തിലെ ഏറ്റവും വലിയൊരു എക്സ്പോ ആണിത് കേട്ടോ. അതായത് സോളാർ ഗ്രീൻ എനർജിയുടെ ഒരു വലിയ എക്സ്പോ. അപ്പോൾ ഞാനങ്ങനെ അവിടെ ചെന്ന് അവരുടെ പെർമിഷനൊക്കെ എടുത്തു. അതും പ്രകാരം മുന്നോട്ട് ഇങ്ങനെ കയറി പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. ഒരുപാട് കമ്പനികളുടെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രമുഖ കമ്പനികളുടെ സോളാർ പാനലും അവരുടെ ഓൺ ഗ്രിഡ്, അതുപോലെ തന്നെ അവരുടെ ഇൻവെർട്ടേഴ്സ്, ബാറ്ററികൾ, അങ്ങനെ പലവിധമായ സാധനങ്ങൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വീഡിയോ എടുത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഓരോ കമ്പനികളുടെയും സ്റ്റാളുകളുണ്ട് ഇവിടെ, അതുപോലെ തന്നെ ഓരോ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ സ്റ്റാളുകളുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പ്രമുഖ ബ്രാൻഡിൻ്റെയൊക്കെ ഒരുപാട് സ്റ്റാളുകൾ ഇങ്ങനെ കണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ചില ബ്രാൻഡുകളുടെയൊക്കെ അവരുടെ കയ്യിൽ നിന്ന് അവരുടെ ആ ഒരു പുതിയ പുതിയ ടെക്നോളജിയിലുള്ള ഇൻവെർട്ടറിൻ്റെയും, അതുപോലെ തന്നെ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിൻ്റെതും, പാനലിൻ്റെ ഡീറ്റെയിൽസ്, ബാറ്ററിയുടെ ഡീറ്റെയിൽസ്, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അവരെ ഇന്ന് ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുറേയധികം ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടതിൽ ഏറ്റവും നീളം കൂടിയ ഒരു വീഡിയോ ആണ് ഇത്. കാരണം ഇത്രയധികം കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാനെങ്കിൽ വീഡിയോ നീണ്ടു പോകും. കാരണം ഇതും ഏകദേശം ഞാൻ ഒരുപാട് കമ്പനികളുടെ ഒന്നും എടുത്തിട്ടില്ല, എന്നാലും നമുക്ക് അത്യാവശ്യമുള്ള ഈസ്റ്റ്മാൻ, UTL, ഹാവൽസ്, അങ്ങനെയുള്ള കുറേയധികം മൈക്രോടെക്, അങ്ങനെയുള്ള കുറേയധികം കമ്പനികളുടെ ഡീറ്റെയിൽസാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. കുറേയധികം ഇൻവെർട്ടറുകളുടെ, ഇനിയും നമുക്ക് ഒരുപാട് കമ്പനികളുടെയൊക്കെ ഡീറ്റെയിൽസുകൾ എടുക്കുവാനായിട്ട് ഉണ്ട്. പക്ഷേ എല്ലാം ഒന്നും വീഡിയോ ആയിട്ട് നമുക്ക് എടുത്തിട്ട് ഇതിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് ഒക്കത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ പാർട്ടായിട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും. എന്നാലും ഞാൻ കഴിയുന്നത്ര വീഡിയോകളൊക്കെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും പ്രകാരം ഉള്ള ഡീറ്റെയിൽസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റാളും, ഇത് ഫുള്ള് എയർ കണ്ടീഷണഡ് സ്റ്റാളാണ് കേട്ടോ. ഇത് വലിയൊരു ടെൻഡർ മാതിരിയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫുള്ള് AC ആണ്. കയറി കഴിഞ്ഞാൽ നല്ല ഒരു അനുഭവമാണ്. അതായത് AC ആയതുകൊണ്ട് ഫുള്ള് ചൂടൊന്നുമില്ല, പുറത്താണെങ്കിൽ നല്ല ചൂടടിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടുമിക്ക സ്റ്റാളുകൾ ഞാനിങ്ങനെ കണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിനകത്ത് എത്രയധികം കമ്പനികൾ അല്ലെങ്കിൽ എത്രയധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇവിടെ സ്റ്റാള് ഇട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഏതെല്ലാം ബ്രാൻഡുകൾ, ഓട്ടോമേഷൻ്റെത്, CCTVയുടേതും ഉണ്ട്, അതുപോലെ തന്നെ ഓൺ ഗ്രിഡ് ചെയ്യുന്നതിൻ്റെത്, അതുപോലെ ഇലക്ട്രിക് കാറുകൾ, അങ്ങനെയുള്ള ഇന്ത്യയിലെ പ്രമുഖ എല്ലാ ബ്രാൻഡുകളും, അദാനി, ഗൗതം സോളാർ, UTL, ഈസ്റ്റ്മാൻ, മൈക്രോടെക്, വി-ഗാർഡ്, ഹാവൽസ്, അങ്ങനെയുള്ള ഒരുപാട് പ്രമുഖ ബ്രാൻഡുകളുടെ ഇവിടെ നമുക്ക് സോളാർ പാനലൊക്കെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ നവംബർ മാസത്തിൽ 8, 9, 10 എന്നീ 3 തീയതികളിലാണ്. ഞാനിത് 9-ാം തീയതിയാണ് പോകുന്നത് ഇത് ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് 10-ാം തീയതി. അപ്പോൾ ഇന്നത്തേക്കാണ് എൻ്റെ ഈ വീഡിയോ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്ത് ഞാൻ ഓർഡറാക്കി വരുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇത് പോസ്റ്റ് ചെയ്യാൻ. ഈ 3 ദിവസമാണ് നമ്മുടെ കൊല്ലം ആശ്രമ മൈതാനത്ത് ഈ ഒരു എക്സ്പോ ഇവരിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് മാസ്റ്റേഴ്സ് ഗ്രീൻ എനർജി എക്സ്പോ 2024 എന്നാണ് ഇതിൻ്റെ ഒരു നെയിം വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇതിനകത്ത് ഒട്ടുമിക്ക കുറേയധികം ഇലക്ട്രിക്കൽ എക്യുപ്മെൻസിൻ്റെത്, അങ്ങനെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെത്, അതുപോലെ തന്നെ ഇതെല്ലാം ചെയ്യുന്നത് പലവിധമായ, ഞാൻ കേൾക്കാത്ത തന്നെ പലവിധം സോളാർ ബ്രാൻഡുകളും, അതുപോലെ തന്നെ ഇൻവെർട്ടറുകൾ, ഗ്രിഡ് ഇൻവെർട്ടറുകൾ, അതുപോലെ തന്നെ നമ്മളെ പാനൽസിൻ്റെ AC/DB, DC/DB, അങ്ങനെയുള്ള ഹൈബ്രിഡ് ഇൻവെർട്ടറുകൾ, ലിഥിയം ബാറ്ററികൾ, അങ്ങനെ ഒരുപാട് ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഐറ്റങ്ങൾ ഞാൻ കണ്ടു. അതിനെക്കുറിച്ച് ചോദിച്ചറിയുവാനൊക്കെ സാധിച്ചു. അതുപോലെ തന്നെ അവരെല്ലാം വിസിറ്റിംഗ് കാർഡുകളും അവരുടെ ഡീറ്റെയിൽസുകളും ഒക്കെ എല്ലാവർക്കും കൈമാറുന്നുണ്ട്. നമ്മുടെ കോൺടാക്ട്സ് നമ്പരും ഒക്കെ അവർ എടുക്കുന്നുണ്ട്.
അങ്ങനെയുള്ള ഒരുപാട് കമ്പനികളുടെ സ്റ്റാളുകൾ നമുക്കിതിനകത്തായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഏകദേശം ഞാൻ ചോദിച്ചറിഞ്ഞത്തോളം നമ്മളെ ഏകദേശം ഒരു ആലുവ അല്ലെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ, പാലക്കാട് എന്നുള്ള ഇവിടങ്ങളിലൊക്കെ ഒരുപാട് ഉള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സും അതുപോലെ തന്നെ കമ്പനിക്കാരും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരുപാട് കമ്പനിയുടെ നിലവിലിരിക്കുന്ന അതുപോലെ തന്നെ കോർഡിനേറ്റർമാരും അവരുടെ സിഇഒമാരും ആശാ പവറിൻ്റെ സിഇഒയെ അങ്ങനെയുള്ള കുറേയധികം ആൾക്കാരെ എനിക്ക് പരിചയപ്പെടുവാനും ഒക്കെ സാധിച്ചു. ഇവരെയൊക്കെ ഞാൻ നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ഫോണിലൂടെ ബന്ധപ്പെട്ട് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ ഈ ഒരു എക്സ്പോയിൽ പോയത് കാരണം കൊണ്ട് അങ്ങനെയുള്ള ഞാൻ നേരത്തെ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്ന ഒരുപാട് ഒരു ഓഫീസേഴ്സിനെയും അങ്ങനെയുള്ള ഇവരെയൊക്കെ നേരി കണ്ട് എനിക്ക് സംസാരിക്കുവാനും അവരുടെയൊക്കെ ഒരു ഇൻ്റർവ്യൂ പോലെ, അതായത് ഒരു അവരുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുവാനും ഒക്കെ എനിക്ക് സാധിക്കുകയുണ്ടായി. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഏറ്റവും നല്ലൊരു എക്സ്പോ ആയിരുന്നു കൊല്ലത്ത് നമ്മുടെ ഈ ആശ്രമ മൈതാനത്ത് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും നല്ല ഒരു എന്താ പറയുന്നത്, എല്ലാം നല്ല നീറ്റായിട്ട് നമ്മുടെ കോൺടാക്ട് നമ്പർ, നമ്മുടെ ഡീറ്റെയിൽസും ഒക്കെ എടുത്ത് നമ്മുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എൻട്രി ലഭിക്കുന്നത്. കാരണം നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവരെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഫുഡൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള കോർണറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവർക്ക് ഇവിടെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ലഞ്ച് കൂപ്പൺസും കാര്യങ്ങളൊക്കെ അവർ നേരത്തെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതല്ലാത്തവർക്ക് നമുക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാം, അതല്ല പേ ചെയ്ത് ഭക്ഷണം കഴിക്കേണ്ടവർക്ക് അങ്ങനെയും പോയി കഴിക്കാനുള്ള അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഫുൾ പ്രൊട്ടക്ഷനായിട്ട്, അതുപോലെ തന്നെ സ്റ്റേജിൽ ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ, ഈ ഒരു ഓൺ ഗ്രിഡിൻ്റെ കാര്യങ്ങളും ഒക്കെ വിവരിക്കാനായിട്ട് പ്രമുഖരായ പല വ്യക്തികളും ഇവിടെ സംസാരിക്കുന്നതായിട്ട് കാണുവാനായിട്ടും കേൾക്കുവാനായിട്ടും സാധിച്ചു. അങ്ങനെ സോളാർ വാട്ടർ ഹീറ്റർ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഞാനിവിടെ കാണുവാനായിട്ട് സാധിച്ചു. പലരുമായിട്ടും കോൺടാക്ട് ചെയ്യാനായിട്ടും അവരുടെ കോൺടാക്ട്സ് നമ്പറുകളും ഒക്കെ എനിക്ക് ലഭിക്കുവാനായിട്ട് സാധിച്ചു. ഇനി നിങ്ങൾക്ക് കാണുവാനുള്ളത് ഓരോ കമ്പനികളുടെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഗ്രില്ല് എല്ലാവർക്കും പരിചയമുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കോട്ടയം സോളാർ എല്ലാം നല്ലമായിട്ട് വർക്ക് ചെയ്യുകയാണ് നമ്മുടെ ഗ്രിൽ. അപ്പോൾ നമുക്കിന്ന് പരിചയപ്പെടുന്നത് സോളാറിന്റെ ഈ ഒരു സ്റ്റാളിന്റെ വിശേഷങ്ങളാണ്. ഇത് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തണം. 3 കിലോ വാട്ട് ഇൻവെർട്ടർ, 3 കിലോ വാട്ട് ഓൺ ഗ്രിഡ് ഇൻവെർട്ടർ, സിംഗിൾ സ്വിംഗ് ഇൻവെർട്ടർ. സിംഗിൾ സ്വിംഗ് 3 കിലോ, നമുക്ക് 3 കിലോ വാട്ട് വരുന്നത് സിംഗിൾ സ്വിംഗ് ഇൻവെർട്ടർ ആണ് വരുന്നത്. 5 ആണ് ഇതിന്റെ 5ന്റെ ഇൻവെർട്ടർ, ഡബിൾ സ്വിംഗ് ഇൻവെർട്ടർ. നമുക്ക് പിന്നെ ഏതൊക്കെ പാനൽ കണക്ട് ചെയ്യാവുന്ന ടോപ്പ് ഓൺ പാനലെല്ലാം 20 ആംപിയർ സപ്പോർട്ട് ചെയ്യുന്ന. ഇതിന്റെ വാറന്റി വന്നിട്ട് 10 വർഷം ഓൺ സെറ്റ് വാറന്റി വരും. 10 വർഷം ഉണ്ട്. 5 കിലോ വാട്ടിന്റെ ഈസ്വാന്റെ ഇൻവെർട്ടർ. അത് സിംഗിൾ ആണോ? ഡുവൽ MPPT വരും. സിംഗിൾ ഡബിൾ സ്വിംഗ് വരുന്നത്. ഡബിൾ സ്വിംഗ് ഡബിൾ സ്വിംഗ്. ഇതിലും ടോപ്പ് ഓൺ സപ്പോർട്ട് ചെയ്യുന്ന 20 ആംപിയറിന്റെ MPPT. ഇതിനും 10 വർഷം ഓൺ സൈറ്റ് വാറന്റി ആണ്. 10 വർഷം ഓൺ സൈറ്റ് വാറന്റി ഉണ്ട്. ഓക്കെ, ഇനി അടുത്ത നമ്മുടെ ഇനി ഏത് ബ്രാൻഡാണ്? UTLന്റെ ഇൻവെർട്ടർ. UTLന്റെ ഇതിനും 10 വർഷം ഓൺ സൈറ്റ് സർവീസ് ഉള്ള ഓൺ സൈറ്റ് സർവീസ്. അത് എത്ര കിലോ വാട്ടിന്റെയാ? ഇത് 3 കിലോ വാട്ട്. 3 കിലോ വാട്ട് 3 കിലോ വാട്ട് 10 വർഷം. UTLന് 3 തൊട്ട് 5 വരെ സിംഗിൾ സ്വിംഗ് ആവും. നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു രണ്ട് സിസ്റ്റങ്ങളും സിംഗിൾ ഫേസ് തന്നെ അല്ലയോ? ഇത് രണ്ട് സിംഗിൾ ഫേസ്. സിംഗിൾ ഫേസ് അല്ല. ഇതിന്റെ 5 3 ഫേസ് തൊട്ട് വരുന്നുണ്ട്. 3 ഫേസ് വരുന്നുണ്ട്. 5 തൊട്ട് സ്റ്റാർട്ടിങ്. 5 തൊട്ട് സ്റ്റാർട്ടിങ് 3 ഫേസ്. 3 ഫേസ്. ഇനി അടുത്ത നമുക്ക് പരിചയപ്പെടേണ്ടത് ഇനി UTLന്റെ തന്നെ 5ന്റെ ഇൻവെർട്ടർ ഈ വരും. ഇത് സിംഗിൾ സ്വിംഗ് ഇൻവെർട്ടർ വരും. സിംഗിൾ സ്വിംഗ് അല്ലയോ? ഇതും നമുക്ക് ടോപ്പ് ഓൺ കണക്ട് ചെയ്യുന്ന 10 വർഷം വാറന്റി ഓൺ സൈറ്റ് സർവീസ് ഉള്ള സർവീസ് ഉള്ളത് അല്ലേ? ഇനി അടുത്ത ഏതായിരിക്കും നമ്മുടെ നമുക്ക് വരുന്ന മൈക്രോടെക് വരും. മൈക്രോടെക്. ഇതിനും 10 വർഷം വാറന്റി ഓൺ സൈറ്റ് സർവീസ് ഉള്ളത്. 10 വർഷം വാറന്റി ഓൺ സൈറ്റ് സർവീസ്. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് 3 ഇൻവെർട്ടർ നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ നമ്മുടെ എവിടെയാണോ വെച്ചിരിക്കുന്നത് സൈറ്റിൽ വന്ന് കമ്പനിയുടെ ടെക്നീഷ്യന്മാർ വന്ന് കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്യും. അത് കംപ്ലൈന്റ് മാറേണ്ടതാണെന്നുണ്ടെങ്കിൽ മാറേണ്ടതാണെങ്കിൽ മാറും. ഇതിന്റെ എന്താണ് കംപ്ലൈന്റ് അത് ചെയ്ത് റീപ്ലേസ്മെന്റ് ആണ് റീപ്ലേസ്മെന്റ് ചെയ്ത് തരും. ഇനി അടുത്ത ഏതാ? ഇനി മൈക്രോടെക്കിന്റെ തന്നെ 5 കിലോ വാട്ട് വരും. 5 കിലോ. ഇത് സിംഗിൾ സ്വിംഗ് ആണോ അതോ ഡബിളോ? ഇത് ഡബിൾ സ്വിംഗ്. മൈക്രോടെക് ഈശ്വാൻ വരുന്ന ഡബിൾ സ്വിംഗ് ആണ്. ഡബിൾ സ്വിംഗ് ആണ്. അതിനും 10 വർഷം വാറന്റി ആണല്ലോ. ഇതെല്ലാം ടോപ്പ് ഓൺ പാനൽ കണക്ട് ചെയ്യാവുന്നതാണല്ലോ. ഇതെല്ലാം ടോപ്പ് ഓൺ പാനൽ കണക്ട് ചെയ്യാം. ഇനി അടുത്ത ഏതാ? നമുക്ക് ഇനി ഇത് വരുന്ന UTLന്റെ 3350 എന്ന് പറഞ്ഞൊരു മോഡൽ. നമ്മൾ നേരത്തെ ചെയ്തിരിക്കുന്ന സെയിം സിസ്റ്റം. ഇതിലിപ്പം വന്നിരിക്കുന്ന ഇതിൽ ലിഥിയം സപ്പോർട്ട് ചെയ്യുന്ന ഇതാ. ലിഥിയം സപ്പോർട്ട് ചെയ്യും. ഇതില് ഈ സ്വിച്ച് നമ്മൾ പ്രൊഫൈൽ സെറ്റ് ചെയ്യാനുള്ളൂ. ലിഥിയം ട്യൂബുലർ രണ്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാ വരും. ലിഥിയം സപ്പോർട്ട് ചെയ്യുക. 24 വോൾട്ട് ആണ് 3 കിലോ വാട്ട് ഇൻവെർട്ടർ. അപ്പൊ 2 ബാറ്ററി നമുക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം.
നമുക്ക് 100 ആഴ്ച ലിഥിയം ബാറ്ററി. നേരത്തെ വന്ന പഴയ മോഡലിനൊന്നും അതില്ല. പഴയ മോഡലിനല്ലേ ഇത്? പഴയ മോഡലിന് ഒരു ചെറിയൊരു കാർഡിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കാർഡിന് വ്യത്യാസമുണ്ട്. കാർഡ് നമ്മൾ ചേഞ്ച് ചെയ്ത് കാർഡ് ചേഞ്ച് ചെയ്ത് വരുന്നതാണ്. ചേഞ്ച് ചെയ്ത് വരുന്നതാണ്. അപ്പൊ പഴയതിന് നമുക്ക് കാർഡ് മാറ്റി കിട്ടാൽ പഴയതിന് കാർഡ് മറ്റേ കമ്പനിന്നാണ്. കമ്പനി സോഫ്റ്റ്വെയർ റെഡിയാക്കണം. ഇനി അടുത്ത ഏതാ നമ്മുടെ ഉള്ളത്? ഇതിന്റെ തന്നെ 1 കിലോവാട്ട് ഇൻവെർട്ടർ 12 വോൾട്ട് വരുന്ന 1000 വാട്ട്സ് പാനല് സപ്പോർട്ട് ചെയ്യുന്ന 1000 വാട്ട്സ് പാനല് സപ്പോർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ലിഥിയം ബാറ്ററിക്ക് ഉണ്ടോ? ഇതിനും ലിഥിയം ബാറ്ററി സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. പ്രൊഫൈൽ സെറ്റ് ചെയ്താൽ മതി. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് പ്രൊഫൈൽ നമ്മൾ ഇതില് കണ്ടിന്യൂസ് പ്രസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇതില് ഇത് വരും. ലിഥിയം സപ്പോർട്ടുള്ള ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് ലേറ്റസ്റ്റ്. ഇനി അടുത്ത ആശാ പവറുണ്ട്. പിന്നെ നമുക്ക് DBs വരുന്നുണ്ട്. ACDV ഉണ്ട്, DCDV ഉണ്ട്. ഇത് യൂട്ടിലിലേക്ക് ഇൻവെർട്ടറിന് 32 ആംപിയർ 1000 വോൾട്ട് MCV വരുന്ന DB ആണ്. DCDV ഉണ്ട്. പിന്നെ 3 ഫേസിന്റെ ACDV വരുന്നത്. ഇതിന്റെ പ്രീമിയം ബോക്സും വരുന്നുണ്ട്. ഇതുപോലെ പ്രീമിയം ബോക്സും ഉണ്ട്, സാധാ ബോക്സും ഉണ്ട്. ഇത് ആശാ പവറിന്റെ ഇൻവെർട്ടർ. അത് ആശാ പവറിന്റെ ഇൻവെർട്ടർ. ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് നമ്മൾ. ഇതിന്റെ MPPT ഉണ്ട്. ഇത് നമുക്ക് ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതാണ്. അപ്പൊ നമുക്ക് അതിന്റെ കൂടെ സെപ്പറേറ്റ് MPPT ആണെങ്കിലും കണക്ട് ചെയ്യാം. സെപ്പറേറ്റ് MPPT. നമുക്ക് ഓഫ് ഗ്രിഡ് വരുന്നത് മെയിൻ ആയിട്ട് ആശാ പവർ, UTL, പിന്നെ ഈസ്റ്റ്വാൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ. ഇത് മൂന്നിലും ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതാണ്. ഈ ആശാ പവറിന്റെ ഇൻവെർട്ടറിന്റെ കൂടെ ആശാ പവറിന്റെ MPPT, ഇത് MPPT ഇൻബിൽഡ് MPPT വരുന്ന ഇതിലും ഇൻബിൽഡ് MPPT വരുന്ന മോഡലുണ്ട്. ഇത് സോളാർ MPPT PC ആണ്. ഇത് സോളാർ MPPT PC ആണ്. ഇതിന് തന്നെ അല്ലാതെ ഹോം PC വരുന്നുണ്ട്. അതിന്റെ കൂടെ നമുക്ക് ഈ MPPT സപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും ടെക്നോളജി കൂടിയ ഒരു MPPT മോഡലാണ് ആശാ പവറിന്റെ MPPT. നമുക്ക് പാനലിന്റെ വാട്ട്സ് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇതിന്റെ ഇതിൽ വരുന്ന ഏറ്റവും ഇത് നോവ 50 എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. നോവ 50 12 to 24 വോൾട്ട്. അത് ഓട്ടോമാറ്റിക് ആണ്. 12 വോൾട്ട് ചെയ്യാം, 12 വോൾട്ട് ചെയ്യാം, ഏത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലാണ്. ഇനി അടുത്ത നമുക്ക് പരിചയപ്പെടാൻ ഇനി അടുത്തത് ഇനി നമ്മുടെ UTLന്റെ ഇത് അത് ഹൈബ്രിഡ് ഇൻവെർട്ടർ ആയിരിക്കും. ഹൈബ്രിഡോ? ഇത് 5 കിലോവാട്ട്. 5 കിലോവാട്ട്. ഇത് VIS ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഗ്രിഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇൻവെർട്ടർ. ഇത് വരുന്ന 3 കിലോവാട്ട് സിഗ്മയുടെ ഹൈബ്രിഡ് ഇൻവെർട്ടർ UTLന്റെ. നമുക്ക് ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻവെർട്ടറാണ്. നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഗ്രിഡിലേക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഗ്രിഡിലേക്ക് എക്സ്പോർട്ട് ചെയ്യും. ഇതിന്റെയൊക്കെ വാറന്റി ഇതിന്റെ 5 ഇയർ വാറന്റി ഓൺ സൈറ്റ് സർവീസ് ആണ്. നമ്മൾ കംപ്ലൈന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ UTLന്റെ കമ്പനി ടെക്നീഷ്യൻ വന്ന് ഓൺ സൈറ്റിൽ വന്ന് കംപ്ലൈന്റ് റെക്ടിഫൈ ചെയ്യുക. എല്ലാ ജില്ലയ്ക്കും എല്ലാ ജില്ലയിലും സർവീസ് ചെയ്യും. നമ്മൾ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? അതൊരു വാട്സാപ്പിൽ നമ്പർ ഉണ്ട്. ആ വാട്സാപ്പ് നമ്പറിൽ നമ്മൾ അതിന്റെ സീരിയൽ നമ്പറും നമ്മുടെ അഡ്രസ്സും അയച്ചു കൊടുത്താൽ മതി. അവര് 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്യും. 3 ഫേസിന്റെ ACDV ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ടാവും. ACDV ആണ് നമ്മള് ഇൻവെർട്ടറിന്റെ ഇതിൽ വരുമ്പോ 3 ഫേസ് വരുമ്പോ ഈ ACDV വരും. ഇതിന്റെ പ്രീമിയം ബോക്സ് ഉണ്ട്, നോർമൽ ആയിട്ടുള്ളതാണ്. ഇത് 4 to 10 കിലോവാട്ട് 4 to 8 കിലോവാട്ട് വരെ ഉപയോഗിക്കാവുന്ന 220 വോൾട്ടിന്റെ DCDV ആണ്. നമ്മൾ ഈസ്റ്റ്വാൻ ഇൻവെർട്ടർ 5 കിലോവാട്ട് വെച്ച് കഴിയുമ്പോൾ 2 സ്ട്രിംഗ് ആയിട്ടായിരിക്കും കൊടുക്കാൻ പറ്റും. നമുക്ക് വരുന്നത് ഇത് നമ്മുടെ വിക്രം സോളാറിന്റെ പാനലാണ് വരുന്നത്. സോളാർ പാനൽ നമുക്ക് വിക്രം സോളാറിന്റെ അതില് DCR ഉണ്ട്, നോൺ DCR ഉണ്ട്. 535 to 565 വാട്ട്സ് ആണ് പാനൽ വരുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് 545ന്റെ പാനൽ. ഗ്ലാസ് ടു ഗ്ലാസ് പാനലാണ് വരുന്നത്. ബാക്കിലും ഗ്ലാസ് ആണ്. ബാക്കിലും ഗ്ലാസ് ആണ്. 2 സൈഡും ഗ്ലാസ് വരുന്നു. 2 സൈഡും ഗ്ലാസ് ആയിരുന്നു. ഇത് വിക്രം സോളാറിന്റെ നോൺ DCRനും DCRനും ഗ്ലാസ് ടു ഗ്ലാസ് പാനലാണ്. 2 ടൈപ്പ് നമ്മുടെ അടുത്ത് വരുന്ന ഗൗതം സോളാറിന്റെ ഗൗതം സോളാറിന്റെ 590 വാട്ട്സ് നോൺ DCR ബൈഫേഷ്യൽ പാനലാണ്. പാനൽ ടോപ്പ് ആണ്. ടോപ്പ് ആണ്. ഇതിന്റെ തന്നെ DCR നോൺ DCRും 540 തൊട്ട് 560 വരെ അവൈലബിൾ ആണ്. ഇത് ഡബിൾ ഗ്ലാസ് ടൈപ്പ് ആണോ അതോ ഇതിന്റെ ബാക്ക് ഷീറ്റ് വേറെ ടൈപ്പ് ഗ്ലാസ് അല്ല? നമ്മൾ ഇതിന്റെ ഓതറൈസ്ഡ് ഡീലാണ്. നമ്മള് എവിടെ ഡെലിവറി വന്നാൽ നമ്മള് ഓൺ സൈറ്റ് ഡെലിവറി ഉള്ളതാണ്. നമുക്ക് വരുന്ന UTLന്റെ പാനൽ. UTL ഇത്
നോൺ DCR ബൈഫേഷ്യൽ ടോപ്പ് ഉണ്ട് 590 വാട്ട്സ് ആണ് വരുന്നത്. 590 UTL നോൺ DCR വരും. പിന്നെ നോൺ DCR ബൈഫേഷ്യൽ വരുന്നത് 535 തൊട്ട് 555 വരെ. ഇതിന്റെ ബാക്ക് സൈഡ് ഏതാ വരുന്നത്? ഇതിന്റെ ബാക്ക് സൈഡ് ഗ്ലാസ് ടു ഗ്ലാസ് വരും. ടോപ്പ് കൊണ്ട് വരുന്ന ഗ്ലാസ് ടു ഗ്ലാസ് ആണ്. ഇതില് ബൈഫേഷ്യൽ ബാക്ക് ഷീറ്റ് ആയിരിക്കും. ടോപ്പ് കൊണ്ട് വരുന്ന ഗ്ലാസ് ടു ഗ്ലാസ് ആയിരുന്നു. DCRനും നോൺ DCRനും ഗ്ലാസ് ടു ഗ്ലാസ് ആയിരുന്നു. അടുത്തത് ഇത് UTLന്റെ തന്നെ DCR ബൈഫേഷ്യലാണ്. ടോപ്പ് DCR ഇത് 575 വാട്ട്സ് ആണ്. ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 575 വാട്ട്സ്. 590 വാട്ട്സ് വരെ ഉണ്ട്. 590 വാട്ട്സ് വരെ നമുക്കിപ്പോ കിട്ടി തുടങ്ങിയിരിക്കുന്നത് 575 ഗ്ലാസ് ടു ഗ്ലാസ് പാനല്. അടുത്തത് അദാനി സോളാർ. അദാനി സോളാർ DCR ബൈഫേഷ്യൽ ടോപ്പ് ഓൺ പാനല് 565 ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 565 വാട്ട്സ്. ഇത് ഡബിൾ സൈഡ് ഗ്ലാസ് വല്ലതാണോ അതോ? ഇത് ബാക്കിൽ ഷീറ്റാ വരും. അടുത്തത് ഈസ്റ്റ്മാനോ? ഇത് ഈസ്റ്റ്മാന്റെ 545 തൊട്ട് 550 വാട്ട്സ് വരെ ഉണ്ട്. 550 വാട്ട്സ് അല്ലയോ? അതില് DCR ബൈഫേഷ്യൽ അല്ലയോ? അതും ഗ്ലാസ് ഗ്ലാസ് അല്ല, ബാക്കി ഷീറ്റാ വരും. ഇനി അടുത്ത പകലിന്റെ DCR പാനൽ വരുന്നത് 560 to 595 ആണ്. നമുക്ക് അവൈലബിൾ ആയിട്ട് 560 വാട്ട്സ് ആണ് ഏറ്റവും അവസാനം വന്നിരിക്കുന്നത്. 560 വാട്ട്സ്. 595 വരെ 595 വരെ ഉണ്ട് പ്രൊഡക്ഷൻ ഉണ്ട്. അതിന് മുമ്പ് നമുക്ക് വന്നത് 580 വാട്ട്സിന്റെ പാനലാണ്. 580 വാട്ട്സ്. പിന്നെ നോൺ DCR വരുമ്പോൾ 590 വാട്ട്സ് വരും. 590. ഓക്കെ. ഇത് ഡബിൾ സൈഡ് ബാക്കി ഷീറ്റാ വരും. ഇതിന്റെ അടുത്തത് മൈക്രോടെക് DCR ബൈഫേഷ്യൽ 535 തൊട്ട് 540. ഇത് 540 പാനലാണ്. 540 പാനൽ നമുക്കിപ്പോ അവൈലബിൾ ആയിട്ടുള്ള 540. ഫ്രെയിം വരുന്ന 40 വരുന്നത്. ഫ്രെയിമിന്റെ വിട്ട് വരുമ്പോ 40 ആണ്. നമുക്ക് 35 ബാക്കി 35 വരുന്നത്. 30 വരുന്നുണ്ട്. പകലും വരുന്നത് 40 ബാക്കി അദാനി നമ്മുടെ UTL ഗൗതം എല്ലാം 35 വരുന്നത്. വിക്രം സോളാർ വരുന്ന 30 mm വരും. 30 mm. ഇത്രയും കമ്പനിയുടെ പാനൽസ് അവൈലബിൾ ആയിട്ടുണ്ടല്ലേ? ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടർ. മൈക്രോ ഇൻവെർട്ടർ. അപ്പൊ 5 ലോട്ടൊക്കെ ചെയ്യുവാണെങ്കിൽ 9 പാനൽ ഉണ്ടെങ്കിൽ 9 പാനൽ ഓരോ ഇൻവെർട്ടർ. സെപ്പറേറ്റ്. അതിന്റെ ഒരു മോണിറ്ററിംഗ് യൂണിറ്റ് ആണ് ഇത്. NPC Envoy എന്ന് പറയും. അതാണ് മോണിറ്ററിംഗ് അല്ലേ? മോണിറ്റർ ഒന്നും കാണിക്കില്ല. നമ്മുടെ ആപ്പ്, ഫോണിലേക്കുള്ള ആപ്പ് വഴിയാണ് ഇതെല്ലാം കോൺഫിഗറേഷൻ ചെയ്യുന്നത്. സാറ് ആശാ പവറിന്റെ CEO ആണ്. നമുക്ക് CEO പറയാൻ കേൾക്കാം. ഇത് ആശാ പവറിന്റെ ഇൻവെർട്ടർ അല്ലേ? ആശാ പവറിന്റെ സോളാർ MPPT PCU ആണ്. അതായത് ഇൻബിൽറ്റ് സോളാർ MPPT ചാർജ് നൽകുന്നത് ആശാ പവറിന്റെ ഉള്ള പ്രോഡക്റ്റ് ആണ്. നമ്മുടെ PCUs മെയിൻലി MPPT ചാർജസ് ഒരുവിധം എല്ലാവർക്കും പറയാം. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞങ്ങൾ ഇന്ത്യയിലെ MPPT ചാർജസ് കൊടുക്കുന്നുണ്ട്. PCUs ഇപ്പൊ ഞങ്ങൾ ലോഞ്ച് ചെയ്തിട്ട് ഒരു 3ാമത്തെ വർഷമാണ്. സോളാർ ഇൻവെർട്ടേഴ്സ്, നോർമൽ ഇൻവെർട്ടേഴ്സ് രണ്ടും ലോഞ്ച് ചെയ്തിട്ട് 3rd ഇയർ ആവുന്നു. അപ്പൊ ഈ സോളാർ PCU മെയിനായിട്ട് ഇപ്പൊ നമ്മളിതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന മെയിൻ ഇന്റഗ്രേഷൻ ലിഥിയത്തിലേക്കുള്ള കോമ്പാറ്റിബിലിറ്റിയാണ്. ഏത് ടൈപ്പ് ഓഫ് ലിഥിയം ബാറ്ററി ആവട്ടെ, ഒരു BMS ഉള്ള ഒരു ലോക്കൽ മേക്ക് ആവട്ടെ, അല്ലെങ്കിൽ അതൊരു ബ്രാൻഡഡ് ആവട്ടെ, നമ്മുടെ പ്രോഡക്റ്റിനകത്ത് അത് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സെറ്റിംഗ്സിൽ പോയതിനു ശേഷം ലിഥിയത്തിന്റെയും ലെഡാസിന്റെയും ഒക്കെ സെറ്റിംഗ്സ് സെപ്പറേറ്റ് ഉണ്ട്. സെറ്റിംഗ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ഇൻവെർട്ടർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി മാറുന്നത് ലെഡാസിന് ഇന്ന് കൊടുക്കുക, നാളെ ലിഥിയത്തിന് കൊടുക്കുക. എന്തും ചെയ്യാം. ലെഡാസിന് ചേഞ്ച് ചെയ്യേണ്ടത് ആ പീരീഡിൽ അന്നത്തെ ലേറ്റസ്റ്റ് ലിഥിയം ബാറ്ററിയിലേക്ക് നമുക്ക് ഈ പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്ന 2 വർഷം വാറന്റിയാണ്. പക്ഷെ ലൈഫ് ഏകദേശം ഒരു 10 വർഷത്തോളം ലൈഫിൽ ഉണ്ടാവും. വാറന്റി എന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ലൈഫിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര ഉറപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു ബോർഡ് എന്ന് പറഞ്ഞിട്ട് വലിയ ചാർജിന് മാസ്റ്റർ വാറന്റി നമുക്ക് ചെയ്യില്ല. നമ്മുടെ എല്ലാത്തിനകത്തും ചെറിയ ചെറിയ കാർഡുകളാണ്.
അതായത് അതിന്റെ പ്രോസസർ ഡിഫറെന്റ് കാറാണ്, സർവീസ് ഡിഫറെന്റ് കാറാണ്. അത് ചേഞ്ച് ചെയ്താൽ മതി. മൊത്തം മദർ ബോർഡ് എടുത്ത് മാറ്റാൻ വലിയ എക്സ്പെൻസീവ് ആവും. ഈവൻ ആഫ്റ്റർ വാറന്റി പീരീഡ് നമുക്ക് വളരെ ചെറിയ ചെലവിൽ ഇതിന്റെ സർവീസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ കംപ്ലൈന്റിന് വളരെ കുറഞ്ഞ ആവശ്യമുള്ളൂ. ഇപ്പോഴും ആമസോണിൽ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആശാപോറിന്റെ പ്രൊഡക്ട്സ് ബെസ്റ്റ് സെല്ലർ ആയിട്ടിരിക്കുന്നത് MPPT-ല് നമ്മൾ കൊടുക്കുന്നില്ല. പക്ഷെ അവിടെ നിന്ന് ഇപ്പൊ പാൻ ഇന്ത്യ ആമസോണിൽ നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ അത് പാൻ ഇന്ത്യ ആവും. വിത്തൗട്ട് എനി സർവീസ് സെന്റർ, എനി സപ്പോർട്ട്, ഇതിന്റെ മുഴുവൻ ഇപ്പോഴും കസ്റ്റമറായിട്ട് നമ്മൾ കൊടുക്കുന്നത്. സെയിം ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മുടെ എല്ലാ പ്രൊഡക്റ്റും. ഇതിന്റെ ട്രാൻസ്ഫോമർ പ്യുവർ കോപ്പർ. അതിൽ തന്നെ നമ്മളെ 3024 എന്ന് പറഞ്ഞ ഡിവൈസിനാണ് CRGO കോർക്കുന്ന കോപ്പർ വെച്ചിട്ടും ചെയ്യുന്നത്. കോർ വെച്ചിട്ടും ഞാൻ സിമ്പിൾ ആയിട്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നമ്മളൊരു കൂളിംഗ് ഫാൻ എടുത്തേ കാണിക്കുന്നത്, അതിന്റെ മാത്രമേ സിനോൺ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത്. സിനോൺ ബ്രാൻഡ് കൂളിംഗ് ഫാനിന് മാത്രം ഞങ്ങളെ പർച്ചേസ് കോസ്റ്റ് മാർക്കറ്റിൽ 20 കൂളിംഗ് ഫാൻ കിട്ടും 3 ഇഞ്ച്. ആ രീതിയിലാണ് എല്ലാ പ്രൊഡക്റ്റുകളും. റിലേ നമുക്ക് ഓയിലാണ് ഫാൻ കൊടുത്തിരിക്കുന്നത്. സാർ ഏതെടുത്ത് നോക്കിയാലും എല്ലാം ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്റ്റുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ഫാനിലാണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തർപ്രദേശ് മൊത്തം നമ്മൾ ഓൺ സൈറ്റ് സർവീസ് ഇൻവെർട്ടർ പീസ് ഞാൻ പറയാൻ കഴിയുന്നത്. ഇൻവെർട്ടർ പീസ് നമ്മൾ കേരളത്തിൽ ഓൺ സൈറ്റ് സർവീസ് അങ്ങനെ റിക്വയർമെന്റ് ഇല്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് ഞങ്ങൾക്ക് ഓൺ സൈറ്റ് കൊടുക്കാത്തതുകൊണ്ട് കാര്യമില്ല. സോ ഇൻവെർട്ടർ പീസ് വലിയ സാധനങ്ങളാണ്, കുറച്ചും കൂടെ വലിയാണ്, പിന്നെ ാണ്. സോ അതിന് നമ്മളിപ്പോൾ ഓൺ സൈറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മുഴുവനും ഉണ്ട്, ഉത്തർപ്രദേശിൽ മുഴുവനും. അവിടെ സപ്പോർട്ട് ഇത് നമ്മുടെ ഏറ്റവും ബേസ് മോഡലായ നോവ 50 ആണ്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് അപ് ടു 240 വോൾട്ട് വരെയുള്ള ഡിഫറെന്റ് റേഞ്ചസ് ഉണ്ട്. ഇപ്പൊ നോവ മുതൽ ഹെർക്കുലീസ് എന്ന് പറഞ്ഞ സീരീസ് വരുന്നത് 40 വോൾട്ടേജാണ്. നോവ പറയുകയാണെങ്കിൽ 24 രണ്ടിലും നമ്മുടെ ഏറ്റവും വലിയ മുന്നേറ്റം ആദ്യം മുതലേ ഉള്ളത് ഏറ്റവും നല്ല VOC ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സൂര്യ 50 HV എന്ന് പറഞ്ഞ MPPT ചാർജ് നിങ്ങൾക്ക് 3 ബ്രാൻഡ് സീരീസ് ചെയ്ത് കൊടുക്കാം. ഇത് മറ്റൊരു ബ്രാൻഡുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന സംഭവമാണ്. അത് ചില 165 വോൾട്ടാണ് അതിന്റെ VOC. 50 വോൾട്ടിന്റെ ഒക്കെ പാനൽസ് ആണ് അവിടെ ഇപ്പം മാർക്കറ്റിലുള്ളത്. അപ്പൊ അത് 3 സീരീസ് ചെയ്തിട്ട് നേരെ നമ്മുടെ MPPT കൊടുക്കാൻ പറ്റും. ഒരു നിയോൺ സീരീസ് ഒരു നിയോൺ 70 എന്ന് പറയുന്ന മോഡൽ 5 കിലോവാട്ട് പാനൽ കൊടുക്കാൻ 210 വോൾട്ടാണ് VOC കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 4 പാനൽ സീരീസ് മോഡൽസ് ആണ് നമുക്കുള്ളത്. മോസ്റ്റ് ഓഫ് ദ ടൈം ആമസോൺ ഡോട്ടിന് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ MPPT തന്നെയാണ് ഇപ്പോഴും ബെസ്റ്റ്സെല്ലറായിട്ടും ആമസോൺ സീരീസ് ആയിട്ടും പലപ്പോഴും MPPT-നെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഒരു റിസ്ക് ക്വാളിറ്റിയിലും അതിന്റെ റിലാക്സേഷനിലും തന്നെയാണ് നമുക്ക് ഹലോ, നമസ്കാരം. എൻ്റെ പേര് പരമേശ്വർ. ഞാൻ ഈസ്റ്റ്മാൻ കമ്പനിനെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കുകയാണ്. അപ്പോൾ ഈസ്റ്റ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ടോട്ടൽ സോളാർ സൊല്യൂഷൻ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു കമ്പനിയാണ്. നമുക്കിപ്പോൾ സോളാറിന്റെ ആണെങ്കിൽ ഓൺ ഗ്രിഡ്, ഓഫ് ഗ്രിഡ്, അത് സോളാറിന്റെ ബാറ്ററി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കുണ്ട്. ഇപ്പോൾ സോളാറിന്റെ ഓൺ ഗ്രിഡ് എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 2.2 കിലോവാട്ട് തൊട്ട് ഒരു ചെറിയൊരു സാധാരണ കുടുംബത്തിൽ എടുക്കാവുന്ന 2.2 കിലോവാട്ട് തൊട്ട് ഇൻഡസ്ട്രിയലിലേക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള 100 കിലോവാട്ട് വരെ യൂണിറ്റ്സ്, ഓൺ ഗ്രിഡ് യൂണിറ്റ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിനും നമ്മളൊരു 10 years സർവീസ് വാറന്റിയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺ ഗ്രിഡിൽ. അതേപോലെ ഓഫ് ഗ്രിഡിൽ നമുക്ക് PWM, MPPT ഈ 2 വിഭാഗത്തിൽപ്പെടുന്ന 2 പ്രോഡക്റ്റ് റേഞ്ചും ഉണ്ട്. PWM ആയാലും MPPT ആയാലും രണ്ടിനും നമ്മൾ കൊടുക്കുന്നത് 3 year വാറന്റിയാണ് കൊടുക്കുന്നത്, സർവീസ് വാറന്റി. നമുക്ക് PWM 850 VA, അത് 850 VA തൊട്ട് 2 kVA വരെ നമുക്ക് PWM റേഞ്ചിലുണ്ട്. MPPT-യിൽ 500 VA തൊട്ട് 10 kVA വരെ നമുക്ക് MPPT ഉണ്ട്. എല്ലാം നമുക്ക് 3 years വാറന്റിയാണ്. എല്ലാത്തിനും നമുക്ക് ഓൺ സൈറ്റ് സർവീസ് വാറന്റി ഉള്ളതുമാണ്. എല്ലാം നമുക്ക് സോളാർ കണക്ട് ചെയ്യാൻ പറ്റും. ഓഫ് ഗ്രിഡ് ആയിട്ട് നോർമൽ ഇൻവെർട്ടർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും, ഇല്ല സോളാർ കണക്ട് ചെയ്യുകയാണെങ്കിൽ സോളാർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബാറ്ററിയുടെ വരികയാണെങ്കിൽ ബാറ്ററി നമുക്ക് സോളാർ ആപ്ലിക്കേഷനിൽ 3 years വാറന്റി ഉണ്ട്, 5 years വാറന്റി ഉണ്ട്. ഇനി ഫ്ലാറ്റ് 10 year വാറന്റി, അതിലും നമുക്ക് ബാറ്ററീസ് റേഞ്ച് ഉണ്ട്. ഈസ്റ്റ്മാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മെയിൻ ആയിട്ടും ബാറ്ററി മാനുഫാക്ചേഴ്സ് എന്നായിരിക്കും എല്ലാവരുടെയും ഒരു വിശ്വാസം. നമുക്ക് ബാറ്ററി മാനുഫാക്ചേഴ്സ് നമ്മളെല്ലാ ഒരു 20 കമ്പനിയോളം ആൾക്കാർക്ക് നമ്മൾ കമ്പനികൾക്ക് ബാറ്ററി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ഈസ്റ്റ്മാൻ എന്ന പേരിൽ നമ്മൾ 2017 തൊട്ട് തന്നെ കേരളത്തിൽ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മൾ സോളാറും നമ്മൾ ലോഞ്ച് ചെയ്തു. ഇപ്പോ ഏകദേശം നമുക്ക് നോൺ DCR പാനൽസ് ഉണ്ട്. 545 വാട്ട്സിൽ നോൺ DCR ഉണ്ട്, 550 DCR പാനൽസ് ഉണ്ട്. നമുക്കിപ്പോ സബ്സിഡിയുടെ കാര്യത്തിലാണെങ്കിൽ ജനങ്ങൾക്ക്
ഒരു സംശയം ഉണ്ടാവും, സബ്സിഡി എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മുടെ പാനൽസും നമുക്ക് സബ്സിഡി ഒക്കെ എടുക്കാൻ പറ്റും. എല്ലാത്തിനും ഓൺസൈറ്റ് വാറന്റിയാണ് 25 വർഷം ഓൺസൈറ്റ് വാറന്റി. അതിൽ ഈ പറഞ്ഞ പോലെ ഓൺസൈറ്റ് ഇൻസ്പെക്ഷനും ഓൺസൈറ്റ് വാറന്റി എല്ലാം ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമ്മളിപ്പോ ഇവിടെ ഞാനുള്ളത് കൊല്ലം മാസ്റ്റർ എക്സ്പോയിലാണ്. മാസ്റ്റർ എക്സ്പോയിൽ നമ്മുടെ എല്ലാം പ്രോഡക്റ്റിന്റെ നമ്മുടെ ഡെമോ വെച്ചിട്ടുണ്ട്. ലൈക്ക് PWM 1 kVA 2 kVA 2 kVA MPPT 5 kVA MPPT എല്ലാം നമ്മൾ ഡെമോ വെച്ചിട്ടുണ്ട്. അപ്പോ ഇതില് ഇപ്പോൾ ഉള്ള മാർക്കറ്റിംഗ് ഇതിൽ വെച്ചിട്ട് നമുക്ക് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെച്ചാൽ, ഇപ്പോ 1400 VA ഇൻവെർട്ടർ ആണെങ്കിൽ നമുക്ക് ഏകദേശം 1400 വാട്ട്സിന്റെ പാനൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. PWM ആണെങ്കിൽ പോലും 1400, അത് 100% പാനൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡ് ഇന്ത്യയിൽ ഇല്ല. എല്ലാത്തിന്റെയും 80% 70% പാനലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് ഇതിന് 1400 VA ആണെങ്കിൽ 1400 വാട്ട്സിന്റെ പാനൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഇപ്പൊ 210 പാനലാണ് ഈസ്റ്റ്മാൻ ഇതിനൊപ്പം കോംബോ ആയിട്ട് കൊടുക്കുന്നത്. 210 കൊടുക്കുമ്പോൾ നമുക്കൊരു 7 പാനൽ നമുക്ക് ഇതിന് പാരൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു വീട്ടിലേക്ക് കറണ്ട് ഇല്ലെങ്കിൽ പോലും ആ വീട്ടിലേക്ക് ഒരു 2 ദിവസത്തേക്ക് ബാറ്ററി നല്ലോണം ചാർജ് ചെയ്ത് അതിന്റെ ബാക്കപ്പ് കിട്ടിക്കോളും. ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് PWM ചാർജർ അല്ലേ സാർ? ഇതെല്ലാം PWM ആണ്. ഇത് ഇൻബിൽറ്റ് PWM, നമുക്ക് എല്ലാം ഇത് ഇൻബിൽറ്റ് PWM ആണ്. ഇത് ഇൻബിൽറ്റ് PWM ആണ്. ഇത് ഇൻബിൽറ്റ് MPPT ആണ്. അതും ഹയർ KV ഇൻബിൽറ്റ് MPPT ആണ്. ഓക്കെ, ഇതിന്റെ ബാക്ക് സൈഡില് ഇതിപ്പോ നമ്മള് ഈ ബാറ്ററി സോളാറിൽ നിന്നും ചാർജ് ആവും, ഗ്രിഡിൽ നിന്ന് ചാർജ് ആവും. നമുക്ക് ഗ്രിഡിൽ നിന്ന് ചാർജ് ചെയ്യേണ്ട ചില കസ്റ്റമേഴ്സിന് ഞാൻ ഇത്രയും സോളാർ വെച്ചിട്ടുണ്ട്, എനിക്ക് സോളാർ പ്രയോറിറ്റി ആണ് വേണ്ടത്, ഗ്രിഡ് എനിക്ക് വേണ്ടെങ്കിൽ നമുക്ക് ഗ്രിഡ് ചാർജ് ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിന്റെ പുറകിലുണ്ട്. അതിനുശേഷം സോളാർ പോയതിനു ശേഷം എനിക്ക് ബാറ്ററിയിൽ വർക്ക് ചെയ്താൽ മതി, എന്നിട്ട് എനിക്ക് കറണ്ടിലേക്ക് പോയാൽ മതി എന്ന് പറയുകയാണെങ്കിൽ ആ പ്രയോറിറ്റി ചൂസ് ചെയ്യാൻ ഓപ്ഷനും നമുക്ക് ഇതിലുണ്ട്. കാണിക്കാം. ഇതിനകത്ത് പ്രൊട്ടക്ഷൻ ഒക്കെ ഇതിന് 2 kV ആണ്. അതെ, ഇതെല്ലാം ഇതിന്റെ മാസ്കും ഫ്രണ്ട് വ്യൂവും എല്ലാം ഒരേപോലെ ഉണ്ടാവും. 1400 നമുക്ക് AC ഇൻപുട്ട് ഉണ്ടാവില്ല. ഇതിന് 2 kV ആയതുകൊണ്ട് AC ഇൻപുട്ട് ഉണ്ടാവും. അല്ലാണ്ട് ഇപ്പൊ PV റിവേഴ്സ് വരും. ഇത് അതെ അപ്പോഴേ പറഞ്ഞാൽ ഗ്രിഡ് ചാർജർ എനേബിൾ ഡിസേബിൾ. പിന്നെ ഇത് വൈഡ് നാരോ. ഇപ്പൊ നമ്മുടെ വീട്ടില് വൈഫൈ, കമ്പ്യൂട്ടർ അല്ലെങ്കിൽ CCTV മറ്റേ ക്യാമറ, വൈഫൈ ക്യാമറ, ഡോങ്കിളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇത് നാരോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് റീബൂട്ട് ആവത്തില്ല. പിന്നെ ഈ ഹോം അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആൾക്കാർക്ക് ഒരു സംശയമായിരിക്കും ഈ ഹോം അവേ എന്താണെന്നുള്ളത്. ഇപ്പൊ മിക്ക വീട്ടിലൊക്കെ ഒരു 4-5 മാസത്തേക്ക് ഒരു ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിട്ട് ഏതെങ്കിലും കസ്റ്റമേഴ്സ് പോവുകയാണെങ്കിൽ നമ്മൾ ഡീലർക്ക് ചോദിക്കുമ്പോൾ അവർ പറയും ഫ്രണ്ടിത്തെ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്തിട്ട് വെച്ചിട്ട് പോകാൻ പറയും. അപ്പൊ ബാറ്ററി ഡിസ്ചാർജ് ആവത്തില്ല. പക്ഷെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒരു ഇടിമിന്നൽ കാരണം ആ സിസ്റ്റം വർക്ക് ചെയ്തില്ലെങ്കിൽ അപ്പൊ ബാറ്ററി സെൽഫ് ഡിസ്ചാർജ് ആയിക്കൊണ്ടേയിരിക്കും ഒരു 4-5 മാസത്തേക്ക്. അപ്പൊ വരുമ്പോ നോക്കുമ്പോ ബാറ്ററി വോൾട്ടേജ് ഒരു 10-ന് താഴെ 8-ന് താഴെയൊക്കെ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഇതിന് നമ്മളിപ്പോ ഹോം അവേ എന്നുള്ളത് നമ്മളിപ്പോ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഡിസേബിൾ ആയിട്ടാണ് വരിക. അതിന്റെ അർത്ഥം ഹോം എന്നർത്ഥം. അപ്പൊ നമ്മൾ നാട്ടിലേക്ക് എവിടെയെങ്കിലും പോവുകയാണോ 4-5 മാസത്തേക്ക് അവിടെ വീട്ടിൽ നിന്ന് വിട്ട് പോവുകയാണെങ്കിൽ നമ്മളിത് എനേബിൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിലെ സിസ്റ്റം ഡിസ്പ്ലേ ഓഫ് ആയി പോകും. അപ്പോ സിസ്റ്റവും ബാറ്ററിയും തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടാവില്ല. വന്ന ഉടനെ നമ്മൾ ഈ ഹോം അവേ സ്വിച്ചിനെ പിന്നെയും തിരിച്ച് ഡിസേബിളിലേക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബാറ്ററിയിലേക്ക് കണക്ട് ആവും. പിന്നെ സോളാർ അല്ലെങ്കിൽ കറണ്ട് ബാറ്ററി ചാർജ് ചെയ്യാൻ തുടങ്ങും. അതെ, പിന്നെ ഇതാണ് ഞാൻ അപ്പോഴേ പറഞ്ഞ ആ ഒരു പ്രയോറിറ്റി ഹൈബ്രിഡ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് മെയിൻസിനാ എടുക്കത്തുള്ളൂ. നമ്മൾ ഇന്റലിജന്റ് സോളാർ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇതിൽ വരിക ഇന്റലിജന്റ് ആണ് വരിക. ഇന്റലിജന്റ് എന്ന് പറയുമ്പോൾ സോളാർ, ഗ്രിഡ്, ബാറ്ററി. അപ്പൊ നമ്മൾ അതിനെ മാറ്റിയിട്ട് ഇതിനൊരു ഫംഗ്ഷനിങ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ 3 പ്രാവശ്യം മുകളിൽ താഴെ അങ്ങനെ കൊണ്ടുപോയാൽ ഇത് സോളാർ മോഡിലേക്ക് മാറും. സോളാർ മോഡിലേക്ക് മാറുമ്പോൾ സോളാർ, ബാറ്ററി, ഗ്രിഡ് ഈ ഒരു ഫംഗ്ഷനിലാണ് വർക്ക് ചെയ്യുക. 11.5 വോൾട്ടേജ് എത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രിഡിലേക്ക് മാറും. ഇനി ബാറ്ററി വോൾട്ടേജ് നല്ലോണം ഉണ്ട്, ലോഡ് കുറവാണെങ്കിൽ പിറ്റേ ദിവസം വരെ ബാറ്ററിയിൽ തന്നെ വർക്ക് ചെയ്തോളൂ. പിന്നെ ഇത് പറഞ്ഞാൽ ചാർജിങ് കറണ്ട് ആണ് സ്റ്റാൻഡേർഡ്, ഹൈ. സ്റ്റാൻഡേർഡ് ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 16 ആംപിയറിൽ ബാറ്ററി ചാർജ് ആവും. ഹൈ ആണെങ്കിൽ നമുക്കൊരു 18 ആംപിയറിൽ ബാറ്ററി ചാർജ് ആവും. പിന്നെ ഇതേപോലെ ഇത് ലിഥിയം, നമുക്ക് മിക്ക കമ്പനിക്ക് ഇപ്പോൾ ലിഥിയം ബാറ്ററി കോമ്പാറ്റബിൾ ആയിരിക്കില്ല. അവര് ജസ്റ്റ് പറയിച്ചിലുണ്ടാവുള്ളൂ കോമ്പാറ്റബിൾ ആണെന്ന്. നമുക്ക് ഇതിന് എക്സ്ട്രാ ഇതിനൊരു ചെറിയൊരു ലിഥിയത്തിന് BMS-നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഉള്ളിൽ നമ്മൾ ഒരു ബോർഡ് സെക്ഷൻ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഏത് ലിഥിയം ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ BMS ആയിട്ട് നമുക്ക് ഇത് കോമ്പാറ്റബിൾ ആവും. അവരുടെ BMS-ന്റെ കട്ട് ഓഫിനനുസരിച്ച്
ഇത് വർക്ക് ചെയ്തോളും. അപ്പൊ ഇതിനകത്ത് ലിഥിയം ബാറ്ററി വേണമെങ്കിലും കണക്ട് ചെയ്യാം. ലിഥിയം ബാറ്ററി വേണമെങ്കിൽ കണക്ട് ചെയ്യാം. മുകളിലാണെങ്കിൽ ട്യൂബുലർ ഫ്ലാറ്റ് ആയിരിക്കും, താഴെ ആണെങ്കിൽ ലിഥിയം. ഇതെല്ലാം ബൈ ഡിഫോൾട്ട് ആയിട്ട് ട്യൂബുലർ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഇതിനകത്ത് ലിഥിയം ബാറ്ററിയുടെ നെഗറ്റീവ് പോസിറ്റീവ് കൊണ്ട് കൊടുക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. ആ ലിഥിയം നമ്മൾ ചൂസ് ചെയ്താൽ മാത്രം മതി. അപ്പൊ അതിന്റെ കട്ട് ഓഫും കാര്യങ്ങളും എല്ലാം അതിനനുസരിച്ച് വർക്ക് ചെയ്തോളും. ആ BMS ഉള്ള ലിഥിയം ബാറ്ററി ആണെങ്കിൽ ആ BMS-നനുസരിച്ച് വർക്ക് ചെയ്യും. ഇല്ല BMS ഇല്ലാതെ ലിഥിയം ബാറ്ററി വരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ 14.2-ലാണ് ഇത് കട്ട് ഓഫ് ആവുക. നോർമൽ ഫ്ലാറ്റ് ബാറ്ററി ലേറ്റസ്റ്റ് അല്ല, ഫ്ലാറ്റ് ബാറ്ററി കട്ട് ഓഫ് ആവുന്ന പോലെ കട്ട് ആവും. ലേറ്റസ്റ്റ് ആകുമ്പോൾ 14.5-ആണ്. ലിഥിയം ബാറ്ററി ചൂസ് ചെയ്ത് BMS ഇല്ലെങ്കിൽ 14.2-ല് കട്ട് ഓഫ് ആവും. എല്ലാത്തിനും നമ്മൾ 3 ഇയർ വാറന്റിയാണ് കൊടുക്കുന്നത്, സർവീസ് വാറന്റിയാണ് കൊടുക്കുന്നത്. 3 ഇയർ. അതെ, എല്ലാത്തിനും 3 ഇയർ ആണ്. നമ്മൾ ഓഫ് ഗ്രിഡും എല്ലാത്തിനും നമ്മൾ കൊടുക്കുന്നത് 3 ഇയർ വാറന്റിയാണ്. ഇത് സെയിം തന്നെയാണ്. ഇതിന്റെയും അതേപോലെ തന്നെ വ്യത്യാസം ഇല്ല, സെയിം തന്നെയാണ്. ഇത് MPPT. ഇത് സോളാർ പ്രോ മാക്സ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ MPPT, സോളാർ പ്രോ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ PWM. അതെ, മാക്സ് MPPT. അതെ, അതെ. ഇതിൽ നമുക്ക് ഇതൊന്നും ഈ പ്രോ ഒന്നും ഇതിൽ വ്യത്യാസപ്പെടുത്തുന്നത് എന്താ വെച്ചാൽ ഇതിൽ നമുക്ക് എനർജി മീറ്റർ എന്നുള്ള സാധനം വരും. എനർജി മീറ്റർ എന്ന് വരുമ്പോൾ വാട്ട് അവർ, KWH, മെഗാവാട്ട്, യൂണിറ്റ്, ഇങ്ങനത്തെ നമുക്ക് 4 റീഡിങ്സ് ഇതിൽ കാണിക്കും. ആ 4 റീഡിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ എത്ര പ്രൊഡക്ഷൻ നമുക്ക് എത്ര പ്രൊഡക്ഷൻ ഇതിൽ വരുന്നുണ്ട് എന്നാണ് നമുക്ക് അതിൽ മീൻ ചെയ്യുന്നത്. കാൽക്കുലേഷൻ എല്ലാം കറക്റ്റ് ആയിട്ട് കാണിക്കും. LCM ഡിസ്പ്ലേ ആണ്. എല്ലാത്തിലും LCM ഡിസ്പ്ലേ, എല്ലാം LCM ഡിസ്പ്ലേ ഉള്ളതാണ്. അതെ, എല്ലാത്തിനും അതേപോലെ ഉണ്ട്. അതെ, ഇത് നമുക്ക് ബാറ്ററിയാണ്. ബാറ്ററി എന്ന് പറയുന്നത് നമ്മുടെ 200 AH ബാറ്ററിയാണ്. നമുക്ക് 5 years വാറന്റി, 5 years പ്രോറേറ്റ. നമ്മൾ 120 months എങ്കിൽ പറയുമെങ്കിലും 60+60 60 മാസം വാറന്റി, 60 മാസം പ്രോറേറ്റ, 5 വർഷം റീപ്ലേസ്മെന്റ്, 5 വർഷം പ്രോറേറ്റ വാറന്റി. പിന്നെ നമുക്ക് അതിൽ തന്നെ 150 ഉണ്ട്, 200 ഉണ്ട്. ഇത് 200 ആണ്, ഇത് 150. പിന്നെ അതിൽ തന്നെ 150 നമുക്കിപ്പോ ചില ആൾക്കാർക്ക് ഇത്രയും വില കൊടുത്ത് വാങ്ങാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ സോളാർ ബാറ്ററിയിൽ 3 വർഷം വാറന്റി ഉള്ള ബാറ്ററി ഉണ്ട്. 5 ഇയർ ഉണ്ട്. ഇതിൽ തന്നെ 120 എന്ന് പറഞ്ഞിട്ട് നമുക്ക് വരുന്നുണ്ട്. 120 വരുന്നുണ്ട് 3+3-ല്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് പിന്നെ നമുക്ക് പാനലാണ്. മോണോ ആണ് നമ്മുടെ ഏറ്റവും ചെറിയ പാനൽ. 210 വാട്ട്സിലുണ്ട്, 125 ഉണ്ട്. അതെ, നമ്മളിവിടെ എക്സ്പോയിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത് 210-ന്റെ പാനലാണ്. 210. അതെ, മോണോപ്പർക്കാണ്. അതെ, നമുക്ക് ഇതാണ് ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ 1400-ന്റെ ഒപ്പം നമുക്ക് 7 പാനല് നമുക്ക് പാരൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് കറണ്ട് ഇല്ലെങ്കിൽ പോലും ബാറ്ററി നല്ലോണം ചാർജ് പ്രശ്നമില്ല. നമുക്ക് 1400 ആണെങ്കിൽ അതിൽ ഒരു 10% എക്സ്ട്രാ പാനലൊക്കെ കൊടുക്കാം. കുഴപ്പമൊന്നുമില്ല. അതെ, അതെ, അതാണ് ഞാൻ ഇപ്പോഴേ പറഞ്ഞത്. നമുക്ക് ഒരു മാർക്കറ്റിൽ നമ്മൾ ഇപ്പൊ ഞാൻ പറയുന്നത് വെറുതെ അല്ല, നമ്മൾ ഇപ്പൊ ഈ കാണുന്ന ഏത് ജനങ്ങൾക്കായാലും ഏതൊരു സോളാർ എനർജി എൻതൂസിയാസ്റ്റിനും വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ PWM-ന്റെ ചാർജ് കൺട്രോളർ വെച്ചിട്ട് ഒരു ബ്രാൻഡിനും ഈ പറഞ്ഞ പോലെ 1400 VA 1400 വാട്ട്സ് പാനൽ, അതായത് 100% പാനൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് എന്റെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് ഒരു കമ്പനിക്കും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9-ാം തീയതിയാണ്, 9 നവംബർ ഈ ഒരു നിമിഷം വരെ ആരും ഇറക്കിയിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതായത് MPPT ആവുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇറക്കാൻ പറ്റും. 1 kVക്ക് 1 kilowatt പാനൽ കൊടുക്കാൻ പറ്റും. പക്ഷെ മുമ്പ് ഈസ്റ്റേൺ ഞങ്ങളുടെ തന്നെ വേറെ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു. അതിലിപ്പോ PWM-ല് നമുക്ക് ഒരു 1400 VR 1 kVയുടെ ഇൻവെർട്ടർ ആയിരുന്നു. 1 kVയുടെ ഇൻവെർട്ടറിന് നമുക്ക് കൊടുക്കാവുന്നത് മാക്സിമം 700 വാട്ട്സ് പാനലായിരുന്നു. 70% പാനലാണ് മിക്ക കമ്പനീസും കൊടുക്കുന്നത് PWM-ലാവുമ്പോൾ. പക്ഷെ നമ്മളത് കൊടുക്കുന്നത് MPPT ടെക്നോളജി അല്ലാന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ പാനൽ നമുക്ക് ഏകദേശം ഫുൾ പാനൽ തന്നെ കൊടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ കസ്റ്റമർക്ക് MPPയുടെ അത്രയും പേയ്മെന്റ് ഇറക്കണ്ട, പക്ഷെ പാനൽ കൂട്ടുന്നതുകൊണ്ട് കസ്റ്റമർക്ക് നല്ലോണം അതിന്റെ സോളാറിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. ഒരു 1400 രൂപയുടെ ഒരു ഇൻവെർട്ടർ ഒക്കെ വരുമ്പോൾ നമുക്ക് എത്ര രൂപയ്ക്കുള്ള കോസ്റ്റ് ഏകദേശം വരും? ഒരു 10,000 രൂപ മുകളിൽ വരുമോ? യൂണിറ്റ് മാത്രമാണെങ്കിൽ നമുക്ക് 10,000-ന് താഴെ വരത്തുള്ളൂ. അത് അത്രയും വലിയ നമുക്ക് നല്ലൊരു ഇപ്പോ നമുക്ക് എല്ലാ കേരളം മൊത്തം നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് നല്ല പ്രൈസിംഗ് തന്നെയാണ്. നമ്മളിപ്പോ തോന്നും, ചില ആൾക്കാർക്ക് തോന്നും ഇപ്പൊ അവരിപ്പോ 1400 വാട്ട്സും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രൈസിംഗ് ബസർ നമുക്ക് മെയിൻസ് വരുമ്പോൾ ബസർ ഉണ്ടാവത്തില്ല. പക്ഷെ നമുക്ക് ഓവർലോഡ്, അതേപോലെ എന്തെങ്കിലും സർക്യൂട്ട് ബ്രേക്ക് ട്രിപ്പ്, എന്തെങ്കിലും എറർ കാണിക്കാൻ, ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞ കുറെ എറേഴ്സ് ഉണ്ട്. ഈ 3 എറർ കാണിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ബസർ കാണിക്കും. പവർ പോകുന്ന സമയത്ത് നമുക്ക് ബസർ ഇല്ല. അതെന്താ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കസ്റ്റമർക്ക് ഫ്രീക്വന്റ്ലി പവർ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട് എന്ന് കുറെ കസ്റ്റമേഴ്സ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ബസർ ഒഴിവാക്കിയത്.
ഇനി നമുക്ക് ഈ ഒരു വലിയ പാനൽ ഇത് അതെ. എത്ര സാർ? ഇത് നമ്മുടെ 550യുടെ DCR പാനലാണ്, ബൈഫേഷ്യലാണ്. 550. 550 അതെ വാട്ട് ഇത്. അതെ, ഇത് 550 ബൈഫേഷ്യലാണ്. സ്ഥലപരിമിതി പറഞ്ഞാൽ ഇതിന്റെ ബാക്ക് സൈഡ് കാണിക്കാൻ പറ്റാത്തത്. ഇത് ബൈഫേഷ്യലാണ്, ഡബിൾ ഗ്ലാസ് ആണോ? ഡബിൾ ഗ്ലാസ്, ഗ്ലാസ് ടു ഗ്ലാസ് ആണ്. ഗ്ലാസ് ടു ഗ്ലാസ്. അതെ 550 വാട്ട്. അതെ അതെ, DCR ആണ്. അപ്പൊ അതുകൊണ്ട് അപ്പോഴേ പറഞ്ഞ പോലെ നമുക്ക് സബ്സിഡിയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കസ്റ്റമേഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സബ്സിഡിയിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് പരിചയപ്പെടാനുള്ള ഓൺ ഗ്രിഡ്. ഓൺ ഗ്രിഡ് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഇവിടെ ഉള്ളത് ഇതാണ് നമ്മുടെ ഓൺ ഗ്രിഡിന്റെ ഫ്രണ്ട് മാസ്ക്. ഇത് 3 kW ആണ്. നമുക്ക് ഇതുപോലെ ചെറിയ റെസിഡൻഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യാം, 3 kW യൂസ് ചെയ്യാം. ഇതല്ലാതെ തന്നെ നമുക്ക് 2.2 kW പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2.2 തൊട്ട് ഇപ്പൊ ഇൻഡസ്ട്രിയൽ പർപ്പസിന് പോവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 10 kW ഉണ്ട്, 15 ഉണ്ട്. ഇനിയിപ്പോ അടുത്തത് 50 വരെ നമ്മൾ ലോഞ്ച് ചെയ്തു. ഇനിയിപ്പോ 100 kW നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രോജക്ട് വൈസ് ഒക്കെ നമുക്ക് ഇൻഡസ്ട്രിയൽ പർപ്പസിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്കൂള്, ഹോസ്പിറ്റൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് 3 കിലോവാട്ടിനകത്ത് എത്ര വാട്ട് വരെയുള്ള പാനൽ? നമുക്ക് ഏകദേശം 3.9 kW പാനൽ കൊടുക്കാൻ പറ്റും. 3.9. അതെ, അതായത് 130% റേറ്റിംഗിന്റെ 130% നമുക്ക് കൊടുക്കാൻ പറ്റും. 3 ആണെങ്കിൽ 3.9 ആണ്, 5 ആണെങ്കിൽ 6.5 കൊടുക്കാൻ പറ്റും, 10 ആണെങ്കിൽ 13 kW വരെ കൊടുക്കാൻ പറ്റും. ഇത് എത്ര ആംപിയർ കപ്പാസിറ്റി? എല്ലാം 20 ആംപിയർ കപ്പാസിറ്റി. എല്ലാം പുതിയ ടോപ്പ് കോൺ പാനൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള യൂണിറ്റ്സ് ആണ് നമ്മുടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 20 ആംപിയർ. 20 ആംപിയർ. നമുക്ക് ടോപ്പ് കോൺ പാനൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇത് 5 കിലോവാട്ട്. ഇത് 5 kW. ഇത് 5 kW ഡബിൾ സ്ട്രിംഗ് ആണ്. ഡബിൾ സ്ട്രിംഗ്. അതെ. അപ്പൊ നമുക്ക് ഇതിനകത്തും ഒരു 5000 മേളിൽ പാനൽ 6.5 kW പാനൽ വരെ കണക്ട് ചെയ്യാൻ പറ്റും. 6.5 വരെ. അതെ, അത്രയും കപ്പാസിറ്റി ഉണ്ട്. അത് 20 ആംപിയർ. ഇതും എല്ലാം 20 ആംപിയർ. നമ്മളിപ്പോ വന്നിരിക്കുന്നതൊക്കെ 20 ആംപിയർ ആണ്. എല്ലാം 20 ആംപിയർ. പാനലൊക്കെ സുഖമായിട്ട് കണക്ട് ചെയ്യാം. ഇത് എന്താ സാർ? ഇത് 10 kW ആണ്. 10 കിലോ. അതെ, ഇത് നമുക്ക് 13 kW പാനൽ കണക്ട് ചെയ്യാൻ പറ്റും. 13,000 വാട്ട്സ് വരെ കണക്ട് ചെയ്യാൻ പറ്റും. അതെ, നമുക്ക് അതിന്റെ സ്ട്രിംഗ് കോമ്പിനേഷൻ മാത്രം നോക്കിയാൽ മതി. എല്ലാത്തിനും ഓൺ സൈറ്റ് വാറണ്ടിയാണ്. 10 വർഷം ഓൺ സൈറ്റ് വാറണ്ടി. ഓൺ സൈറ്റ് സർവീസ് വാറണ്ടിയാണ് 10 വർഷം. ഈസ്റ്റ്മാന്റെ ഓൺ ബ്രാൻഡില് ഈസ്റ്റ്മാന്റെ തന്നെ സർവീസ് ടീം വന്നിട്ട് നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലയിലും നമുക്ക് സർവീസ് ഉണ്ട്. അതായത് ഡയറക്ടർ സ്റ്റാഫ്സും ഉണ്ട്, അല്ലാതെ തേർഡ് പാർട്ടി സർവീസ് സ്റ്റാഫ്സും ഉണ്ട്. അപ്പൊ നമുക്ക് സർവീസ് നമുക്ക് മാക്സിമം 48 hours അല്ലെങ്കിൽ 72 hours നമ്മൾ വന്ന് അറ്റൻഡ് ചെയ്യും. നമ്മൾ ഒരു കാരണവശാലും സർവീസ് ഇഗ്നോർ ചെയ്യില്ല. നമുക്ക് ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, 180041986110 എന്നാണ് ടോൾ ഫ്രീ നമ്പർ. എല്ലാ ഈസ്റ്റ്മാന്റെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാത്തിന്റേതായ വാറണ്ടി കാർഡും ഉണ്ടാവും. We